നമസ്കാരം. ക്ലാസ് ആൻഡ് നോട്ട്സ് PSCയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് സാമ്പത്തിക ശാസ്ത്രത്തിലെ ദേശീയ വരുമാനം, നാഷണൽ ഇൻകം. ഈ വീഡിയോയിൽ വാട്ട് ഈസ് നാഷണൽ ഇൻകം, എന്താണ് ദേശീയ വരുമാനം, സെക്ടേഴ്സ് ഓഫ് ഇക്കോണമി, GDP കൺവേർഷൻ, ഈ 3 ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റാമിന്റെ സാലറി 25,000 ആണ്. അദ്ദേഹം കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ആ വകയിൽ ഒരു 10,000 രൂപ കൂടി റാമിന് ഇൻകം ഉണ്ട്. അങ്ങനെ റാമിന്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 35,000 ആണ്. ഷ്യാമിന്റെ സാലറി 35,000 രൂപ. അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു 12,000 രൂപ കൂടി വരുമാനം ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഷ്യാമിന്റെ ആകെ വരുമാനം എന്ന് പറയുന്നത് എത്രയാണ്? 47,000 രൂപ. റാമിന്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 35,000 രൂപ. ഷ്യാമിന്റെ മൊത്തം വരുമാനം എന്ന് പറയുന്നത് 47,000 രൂപ. ഓരോ വ്യക്തികളുടെയും വരുമാനം വ്യത്യസ്തമായിരിക്കും. വ്യക്തികൾക്കുള്ള വരുമാനം എന്നതുപോലെ തന്നെ ഓരോ രാഷ്ട്രത്തിനും പല വഴിയിലൂടെ വരുമാനമുണ്ട്. അതാണ് ആ രാജ്യത്തിന്റെ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം. ഓരോ രാജ്യത്തിന്റെയും ദേശീയ വരുമാനം വ്യത്യസ്തമായിരിക്കും. ഈ ദേശീയ വരുമാനത്തെ, നാഷണൽ ഇൻകത്തെ എങ്ങനെ നിർവചിക്കാം? ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് ദേശീയ വരുമാനം. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് ദേശീയ വരുമാനം. ഈ മൂല്യമാണ്. നമ്മുടെ രാജ്യത്തിന് ദേശീയ വരുമാനം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയുടെ സാമ്പത്തിക മേഖലകളെ പ്രധാനമായും 3ആയി തരംതിരിക്കാം. പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ, അത് കാർഷിക മേഖലയാണ്. ദ്വിതീയ മേഖല, സെക്കൻഡറി സെക്ടർ, അത് വ്യവസായ മേഖലയാണ്. തൃതീയ മേഖല, ടേർഷ്യറി സെക്ടർ, അത് സേവന മേഖലയാണ്. എന്താണ് പ്രാഥമിക മേഖല? വാട്ട് ഈസ് പ്രൈമറി സെക്ടർ? പ്രകൃതിയിൽ നിന്നും നേരിട്ട് ലഭിക്കുന്നവയെല്ലാം പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണത്തിന് അഗ്രികൾച്ചർ, കൃഷി; ഫോറസ്ട്രി, വനവിഭവങ്ങൾ; ഫിഷിംഗ്, മത്സ്യബന്ധനം; മൈനിങ്, ഖനനം, അതായത് ഭൂമിക്കുള്ളിൽ നിരവധി സാധനങ്ങളുണ്ട്. ഉദാഹരണത്തിന് കൽക്കരി, മാംഗനീസ് ഓറ്, സ്വർണത്തിന്റെ അയിര്, ഇരുമ്പയിര്, അറ്റോമിക് മിനറൽസ് തുടങ്ങിയവയൊക്കെ. ഇവയൊക്കെ ഖനനം ചെയ്തെടുക്കുന്നത് പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ക്വാറി, കരിങ്കൽ ക്വാറി, ഗ്രാനൈറ്റ് ക്വാറി, മാർബിൾ ക്വാറി തുടങ്ങിയവയൊക്കെ പ്രാഥമിക, പ്രൈമറി സെക്ടറിലാണ് ഉൾപ്പെടുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്ട്രാക്ഷൻ, ഹണ്ടിങ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി തുടങ്ങിയവയൊക്കെ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നവയാണ്. ഇന്ത്യയുടെ GDPയിലേക്കുള്ള പ്രാഥമിക മേഖലയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ 16 to 17% ആണ്. 16 മുതൽ 17% വരെയാണ് പ്രാഥമിക മേഖലയിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള GDPയുടെ കോൺട്രിബ്യൂഷൻ. അതായത് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്ക് ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയിൽ നിന്നാണ്. ഓക്കെ, പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരെയാണ് റെഡ് കോളർ വർക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ടേം പഠിക്കേണ്ടതുണ്ട്, ബ്ലൂ ഇക്കോണമി. പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടേമാണ് ബ്ലൂ ഇക്കോണമി. അതായത് സമുദ്രവും സമുദ്ര വിഭവങ്ങളും സാമ്പത്തിക വികസനത്തിന് ഉപയോഗപ്പെടുത്തുക. ബ്ലൂ ഇക്കോണമിയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ചില പ്രൊജക്ട്സ് ആണ് സഗർമാല പ്രൊജക്ട്, ഡീപ് ഓഷൻ മിഷൻ, ഇന്ത്യ നോർവേ ടാസ്ക് ഫോഴ്സ് തുടങ്ങി. എന്താണ് സെക്കൻഡറി സെക്ടർ, ദ്വിതീയ മേഖല? പ്രാഥമിക മേഖലയിൽ നിന്നും കിട്ടുന്ന റോ മെറ്റീരിയൽസിനെ കൂടുതൽ മൂല്യമുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നത് സെക്കൻഡറി സെക്ടറിലാണ്, വ്യവസായ മേഖലയിലാണ്. സെക്കൻഡറി സെക്ടറിൽ ഉൾപ്പെടുന്നവ മാനുഫാക്ചറിംഗ്, ഓട്ടോമൊബൈൽ, ടെക്സ്റ്റൈൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ്, എയർക്രാഫ്റ്റ് അസംബ്ലിംഗ്, ഫുഡ് പ്രോസസ്സിംഗ് തുടങ്ങിയവയൊക്കെ. അതുപോലെ കൺസ്ട്രക്ഷൻസ്, റോഡ് നിർമ്മാണം, കെട്ടിട നിർമ്മാണം തുടങ്ങിയവയൊക്കെ ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. എനർജി ആൻഡ് യൂട്ടിലിറ്റീസ്, വൈദ്യുതിയുടെ നിർമ്മാണവും വിതരണവും. LPG, ഗ്യാസിന്റെ നിർമ്മാണവും വിതരണവും. വാട്ടർ സപ്ലൈ,
വെള്ളം പൊതുജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, ദ്വിതീയ മേഖലയിൽ നിന്നും ഇന്ത്യയുടെ GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 28% മുതൽ 30% വരെയാണ്. ദ്വിതീയ മേഖലയിൽ നിന്നും ഇന്ത്യയുടെ GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 28% മുതൽ 30% വരെയാണ്. ദ്വിതീയ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരെ ബ്ലൂ കോളർ വർക്കേഴ്സ് എന്നറിയപ്പെടുന്നു. പ്രൈമറി സെക്ടറുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരെ റെഡ് കോളർ വർക്കേഴ്സ് എന്നറിയപ്പെടുന്നു. ദ്വിതീയ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരെ ബ്ലൂ കോളർ വർക്കേഴ്സ് എന്നറിയപ്പെടുന്നു. പിന്നെ ഒരു ടേം ഉണ്ട്, ഗ്രീൻ എക്കോണമി. സെക്കൻഡറി സെക്ടറുമായി ബന്ധപ്പെട്ടതാണ്, പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടതല്ല, മാറിപ്പോകരുത്. പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടത് ബ്ലൂ ഇക്കോണമി അല്ലെ. ബ്ലൂ ഇക്കോണമി റിലേറ്റ്സ് ടു പ്രൈമറി സെക്ടർ, ഗ്രീൻ എക്കോണമി റിലേറ്റ്സ് ടു സെക്കൻഡറി സെക്ടർ. പിന്നെ ഒരു പോയിന്റും കൂടി ഉണ്ട്, ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സെക്ടറാണ് സെക്കൻഡറി സെക്ടർ. അതായത് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന മേഖല ദ്വിതീയ മേഖലയാണ്. അടുത്ത മേഖല തൃതീയ മേഖലയാണ്, ടെർഷ്യറി സെക്ടർ. ടെർഷ്യറി സെക്ടർ സേവന മേഖലയാണ്. സേവന മേഖലയിൽ ഉൾപ്പെടുന്നവ ഹെൽത്ത് കെയർ ആരോഗ്യം, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം, ബാങ്കിംഗ്, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ്, IT, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ടൂറിസം, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങൾ തൃതീയ മേഖലയിലാണ് വരുന്നത്. ഓക്കെ, ഇന്ത്യയുടെ GDP-യിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് സർവീസ് സെക്ടറിൽ നിന്നാണ്. തൃതീയ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഡിജിറ്റൽ ഇക്കോണമി. ഡിജിറ്റൽ ഇക്കോണമി എന്ന വാക്ക് ട്രഷറി സെക്ടറുമായി ബന്ധപ്പെട്ടതാണ്. ബ്ലൂ ഇക്കോണമി റിലേറ്റ്സ് ടു പ്രൈമറി സെക്ടർ, ഗ്രീൻ ഇക്കോണമി റിലേറ്റ്സ് ടു സെക്കൻഡറി സെക്ടർ, ഡിജിറ്റൽ ഇക്കോണമി റിലേറ്റ്സ് ടു ടെർഷ്യറി സെക്ടർ. ഇനി ഒരു പോയിന്റും കൂടി ഉണ്ട്, ഏറ്റവും കുറവ് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്ന സെക്ടറാണ് ടെർഷ്യറി സെക്ടർ. ഏറ്റവും കുറവ് തൊഴിൽ നൽകുന്ന മേഖലയാണ് ഏത്? തൃതീയ മേഖല. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ തൃതീയ മേഖലയിലേക്ക് മുഴുവൻ തൊഴിൽ ചെയ്യാൻ തക്കവണ്ണമുള്ള സ്കിൽഡ് ലേബേഴ്സ് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്ക് വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക മേഖലകളെ മൂന്നായി തിരിച്ചു. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. നമുക്ക് ദേശീയ വരുമാനത്തിലേക്ക് തിരിച്ചു വരാം. എന്താണ് ദേശീയ വരുമാനം? നാഷണൽ ഇൻകം, NI. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് ദേശീയ വരുമാനം. അതായത് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളുമാണ് ദേശീയ വരുമാനം കണക്കാക്കാൻ എടുക്കുന്നത്. ഇന്ത്യയിൽ ഒരു വർഷം എന്നത് ഒരു സാമ്പത്തിക വർഷമാണ്. ഇന്ത്യയിലെ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെയാണ്. അന്തിമ ഉൽപ്പന്നങ്ങൾ മാത്രമേ ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കൂ. എന്താണ് അന്തിമ ഉൽപ്പന്നം? ഒരു ഉദാഹരണം നോക്കാം. ഇന്ത്യയിലെ കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2024-25 100 കിലോഗ്രാം തക്കാളിയാണ് ഉൽപ്പാദിപ്പിച്ചത്. ഇവയിൽ 40 കിലോഗ്രാം തക്കാളി നേരിട്ട് മാർക്കറ്റിലെത്തി ജനങ്ങൾക്ക് വിൽക്കുകയാണ് ചെയ്തത്. ബാക്കി 60 കിലോഗ്രാം തക്കാളി കെച്ചപ്പ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്കാണ് പോയത്, ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാൻ. ഇവിടെ തക്കാളി അന്തിമ ഉൽപ്പന്നം ആയത് എത്ര കിലോഗ്രാം മാത്രമാണ്? 40 കിലോഗ്രാം മാത്രമാണ്. ബാക്കി 60 കിലോഗ്രാം തക്കാളി കെച്ചപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇവിടെ അന്തിമ ഉൽപ്പന്നം ഏതാണ്? ടൊമാറ്റോ കെച്ചപ്പാണ്. സോ തക്കാളി പ്രാഥമിക മേഖലയിലും ടൊമാറ്റോ കെച്ചപ്പ് ദ്വിതീയ മേഖലയിലുമാണ് വരുന്നത്. അടുത്ത പോയിന്റ്, ഫാക്ടർ ഇൻകം മാത്രമേ ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കൂ. ഈ ഫാക്ടർ ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കുന്ന ഇൻകം അല്ല. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സാധനം ക്യാഷ് കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന ക്യാഷ് ആണ് ഫാക്ടർ ഇൻകം. ഒരു ഉദാഹരണം പറയാം. ഞാനൊരു കാറ് 8 ലക്ഷം രൂപയ്ക്ക് ഒരു കാറ് മേടിച്ചു. കാറ് കമ്പനി എനിക്ക് എന്ത് തന്നു? കാറ് തന്നു. അതിന് വിലയായിട്ട് ഞാൻ 8 ലക്ഷം രൂപ കാറ് കമ്പനിക്ക് കൊടുത്തു. ഈ 8 ലക്ഷം രൂപയാണ് ഫാക്ടർ ഇൻകം. മറിച്ച് ഞാൻ ഈ കാറ് എൻ്റെ ബ്രദറിന് ഗിഫ്റ്റ് ചെയ്യാണ്. അപ്പൊ ഈ കാറിന് പകരമായിട്ട് ബ്രദർ എനിക്ക് ക്യാഷ് വല്ലതും തന്നോ? ഇല്ല. ഈ ഗിഫ്റ്റ് ആയിട്ട് വരുന്നവയൊക്കെ എന്താണ്? ട്രാൻസ്ഫർ ഇൻകം ആണ്. ട്രാൻസ്ഫർ ഇൻകം നാഷണൽ ഇൻകത്തിന്റെ കാൽക്കുലേഷനിൽ ഉൾപ്പെടില്ല. ഗിഫ്റ്റ്, പെൻഷൻ ഇൻകം, ഡൊണേഷൻ, ലോട്ടറി, അൺഎംപ്ലോയ്മെന്റ് അലവൻസ് തുടങ്ങിയവയൊക്കെ ട്രാൻസ്ഫർ ഇൻകത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്ത പോയിന്റ്, ദേശീയ വരുമാനം എന്നത്
NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. ദേശീയ വരുമാനം എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. ഈ GDP, GNP, NDP, NNP നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓരോ മെട്രിക്സ് ആണ് ഇവ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാരത്തിന്റെ മെട്രിക്സ് ആണ് കിലോഗ്രാം, ഗ്രാം, ടൺ എന്നിവയൊക്കെ. അതുപോലെ വോളിയത്തിന്റെ മെട്രിക്സ് ആണ് ലിറ്റർ, മില്ലി ലിറ്റർ, കിലോ ലിറ്റർ എന്നിവയൊക്കെ. അതുപോലെ ദേശീയ വരുമാനം മെഷർ ചെയ്യാനുള്ള ഒരു മെട്രിക്സ് ആണ് GDP, GNP, NDP. GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. NDP നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം. GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൊത്ത ദേശീയ ഉൽപ്പന്നം. NNP നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ ദേശീയ ഉൽപ്പന്നം. ആദ്യം നമുക്ക് ഇവയുടെ കൺവേർഷൻ എങ്ങനെയെന്ന് നോക്കാം. അതായത് GDP യെ എങ്ങനെ GNP യിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ NDP യിലേക്ക് കൺവേർട്ട് ചെയ്യാം, GNP യെ എങ്ങനെ NNP യിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നിങ്ങനെയുള്ള കൺവേർഷൻ ആദ്യം നോക്കാം. ആദ്യം ഇതിൽ പ്രോഡക്റ്റ്, ഉൽപ്പന്നം എന്ന വാക്ക് എല്ലാത്തിലും സിമിലർ ആണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഗ്രോസ്, നെറ്റ്. ആദ്യം ഗ്രോസിന്റെയും നെറ്റിന്റെയും ഡിഫറൻസ്, അല്ലെങ്കിൽ ഗ്രോസിനെ എങ്ങനെ നെറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്ന് ആദ്യം നോക്കാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 20,000 രൂപയാണ്. അതിൽ നിന്നും ESIയും PFും കുറച്ച് 18,000 രൂപയാണ് എനിക്ക് നെറ്റ് സാലറി ആയിട്ട് കിട്ടുന്നത്. ESIയുടെയും PFിന്റെയും 2,000 രൂപ എന്ന് പറയുന്നത് ഡിഡക്ഷൻ ആണ്. നമുക്ക് വേറെ ഒരു ഉദാഹരണം നോക്കാം. 2024 ഞാനൊരു കാറ് 10 ലക്ഷം രൂപയ്ക്ക് മേടിച്ചു. അത് 2025 8 ലക്ഷം രൂപയ്ക്ക് ഞാനത് വിറ്റു. എത്ര രൂപയുടെ കുറവാണ് ഉണ്ടായത്? 2 ലക്ഷം രൂപയുടെ കുറവാണ് എനിക്ക് വിറ്റപ്പോൾ ആ കാറിന് കിട്ടിയത്. അതുപോലെ ഞാനൊരു മൊബൈല് 25,000 രൂപയ്ക്ക് മേടിച്ചു. അത് 20,000 രൂപയ്ക്കാണ് വിറ്റുപോയത്. 5,000 രൂപയുടെ കുറവ് എനിക്ക് ലഭിച്ചു. ഈ കുറവിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, വാങ്ങിയ വില എന്തായാലും ആ സാധനം വിൽക്കുമ്പോൾ കിട്ടില്ലല്ലോ. ആ വിലയിലെ ആ കുറവിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഗ്രോസിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ നെറ്റിലേക്ക് എത്താം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ഈസ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ഈസ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത് ഡൊമസ്റ്റിക്കിൽ നിന്നും നാഷണലിലേക്ക് എങ്ങനെ എത്താമെന്ന് നോക്കാം. ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിക്കുള്ളിൽ നിർമ്മിക്കപ്പെടുന്ന സാധനങ്ങൾ എന്നാണ് അർത്ഥം. സാമ്പത്തിക അതിർത്തി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ നിയമ സംഹിതകൾ പാലിക്കപ്പെടുന്ന ഏരിയ എന്നർത്ഥം. ഒരു ഉദാഹരണം പറയാം. ഇന്ത്യയിൽ 3 കമ്പനികളുണ്ട്. A കമ്പനി, B കമ്പനി, C കമ്പനി. A ഒരു ഇന്ത്യൻ കമ്പനിയാണ്, B ഒരു ചൈനീസ് കമ്പനിയാണ്, C ഒരു US അമേരിക്കൻ കമ്പനിയാണ്. A കമ്പനിയുടെ ഒരു വർഷത്തെ ഉൽപാദനം 100 രൂപയുടെ പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ B കമ്പനിയുടെ ഒരു വർഷത്തെ ഉൽപാദനം 80 രൂപയുടെ പ്രൊഡക്റ്റ് ആണ്. C കമ്പനിയുടെ ഒരു വർഷത്തെ ഉൽപാദനം 70 രൂപയുടെ പ്രൊഡക്റ്റ് ആണ്. ഇവിടെ ചൈനീസ് കമ്പനി ആയാലും US കമ്പനി ആയാലും ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണ് പ്രവർത്തിക്കുക. സോ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ 3 കമ്പനിയുടെയും ടോട്ടൽ പ്രൊഡക്ഷൻ ആയിരിക്കും. അതായത് 100 + 80 + 70 250 റുപ്പീസിന്റെ പ്രൊഡക്ഷൻ ആയിരിക്കും എന്ത്? ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇനി നാഷണൽ പ്രോഡക്റ്റ് എത്രയാണ്? ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നിന്നും US കമ്പനിയുടെയും ചൈനീസ് കമ്പനിയുടെയും പ്രൊഡക്ഷൻ കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ദേശത്തിന്റെ ഉൽപ്പന്നമാണ് ദേശീയ ഉൽപ്പന്നം. ചൈനീസ് കമ്പനിയുടെയും US കമ്പനിയുടെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതാത് രാജ്യത്തിൻ്റെതാണ്. ഇന്ത്യയുടെ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനിയുടേത് മാത്രമാണ്. ഓക്കെ, മനസ്സിലായല്ലോ? സോ ഇതിൽ നമുക്ക് എങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് എത്താം?
ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്നും ഇൻകം ടു എബ്രോഡ്, എബ്രോഡിലേക്കുള്ള ഇൻകം കുറച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. സോ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൈനസ് ഇൻകം ടു എബ്രോഡ് ഈസ് നാഷണൽ പ്രോഡക്റ്റ്. ഇനി നമുക്ക് വേറെ ഒരു രാജ്യം കൂടി എടുക്കാം, USA, അമേരിക്ക. അമേരിക്കയിൽ D കമ്പനിയുണ്ട്, E കമ്പനിയുണ്ട്, F കമ്പനിയുണ്ട്. D ഒരു അമേരിക്കൻ കമ്പനിയാണ്, E ഒരു ചൈനീസ് കമ്പനിയാണ്, F ഒരു ഇന്ത്യൻ കമ്പനിയാണ്. D കമ്പനിയിൽ നിന്നും ഒരു വർഷത്തെ പ്രൊഡക്ഷൻ 20 രൂപ, E കമ്പനിയിൽ നിന്നും 30 രൂപ, F കമ്പനിയിൽ നിന്നും ഒരു വർഷത്തെ പ്രൊഡക്ഷൻ 50 രൂപ. ഈ ഒരു സാഹചര്യത്തിൽ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 250 രൂപ തന്നെയാണ്. കാരണം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിക്കുള്ളിൽ നിർമ്മിക്കപ്പെടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുമാണ് ആഭ്യന്തര ഉൽപ്പന്നം, ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം എന്ന് പറയുന്നത് എത്രയാണ്? 250 രൂപയാണ്. സോ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് 250 റുപ്പീസ് ആണ്. ഈ ഒരു കേസിൽ നാഷണൽ പ്രൊഡക്റ്റ്, ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്തായിരിക്കും? USA-യിലെ, അമേരിക്കയിലെ ഇന്ത്യൻ കമ്പനി ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം കൂടി ഈ 100 രൂപയുടെ കൂടെ കൂട്ടും. സോ 150 രൂപയാണ് എന്ത്? ഇന്ത്യയുടെ നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അമേരിക്കയിലെ ഇന്ത്യൻ കമ്പനി ആയാലും, ഇൻ കേസ് ഇപ്പോൾ ചൈനയിലെ ഒരു ഇന്ത്യൻ കമ്പനി ആയാലും, ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടേതാണ്. സോ ഇന്ത്യയുടെ നാഷണൽ ഇൻകത്തിന്റെ കൂടെ കൂട്ടും. സോ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാം. നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്നും ഇൻകം ടു എബ്രോഡ്, എബ്രോഡിലേക്കുള്ള ഇൻകം, പുറത്തേക്കുള്ള ഇൻകം കുറച്ചിട്ട് പുറത്തു നിന്നും ഇന്ത്യയിലേക്കുള്ള ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടിക്കഴിഞ്ഞാൽ നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും. ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൈനസ് ഇൻകം ടു എബ്രോഡ് പ്ലസ് ഇൻകം ഫ്രം എബ്രോഡ് ഈസ് നാഷണൽ പ്രൊഡക്റ്റ്. ഓക്കെ, നമുക്ക് ഇൻകം ഫ്രം എബ്രോഡിനെയും ഇൻകം ടു എബ്രോഡിനെയും ഒരുമിച്ച് ചേർത്ത് നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് അല്ലെങ്കിൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് NFIA എന്ന് പറയാം. ഓക്കെ, സോ GDP പ്ലസ് NFIA ഈസ് GNP, NDP പ്ലസ് NFIA ഈസ് NNP. നമ്മൾ ഗ്രോസിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ നെറ്റിലേക്ക് എത്താമെന്ന് നമ്മൾ പഠിച്ചു. ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് NFIA കൂട്ടിക്കഴിഞ്ഞാൽ നാഷണൽ പ്രോഡക്റ്റിലേക്ക് എത്താമെന്നും പഠിച്ചു. ഇനി നമുക്ക് GDPയെ എല്ലാറ്റിലേക്കും ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. GDP മൈനസ് ഡിപ്രീസിയേഷൻ ആണ് NDP. GDP പ്ലസ് നെറ്റ് നാഷണൽ ഇൻകം ഫ്രം എബ്രോഡ് ആണ് NFIA ആണ് GNP. GDP മൈനസ് ഡിപ്രീസിയേഷൻ പ്ലസ് NFIA ആണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് NNP. ഓക്കെ ആണല്ലോ. ദേശീയ വരുമാനം, നാഷണൽ ഇൻകം എന്നത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചു. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് നാഷണൽ ഇൻകം എന്നത് പഠിച്ചു. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്താണെന്ന് പഠിച്ചു. ഇനി ഫാക്ടർ കോസ്റ്റ് കൂടി പഠിച്ചാൽ മാത്രമേ നാഷണൽ ഇൻകത്തിലേക്ക് എത്തുള്ളൂ. അത് അടുത്ത വീഡിയോയിൽ എടുക്കാം. അടുത്ത വീഡിയോന്റെ ടോപ്പിക് GDPയും GVAയുമാണ്. അതിന്റെ കൂടെ ഫാക്ടർ കോസ്റ്റ് എന്താണ്, മാർക്കറ്റ് പ്രൈസ് എന്താണ് എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു പോകാം. ഓക്കെ, വീഡിയോ കണ്ട എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുകൂടാതെ വീഡിയോയ്ക്ക് ലൈക്കും തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും വേണം.